വഖഫിൽ സർക്കാർ ഒത്തുകളിച്ചെന്നും മോദി സർക്കാരിന്റെ വർഗീയ അജണ്ടയ്ക്ക് UDF സർക്കാർ കീഴടങ്ങിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ UDF സർക്കാരിന്റെ ഒളിച്ചുകളി ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഹർജിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഒത്തുകളിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലൂടെ ഒരിടക്കാല വിധി വന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോൾ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF ഉയർത്തിയ രാഷ്ട്രീയ ഡീൽ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹം ഓർക്കുന്നുണ്ടാകും. അതെല്ലാം അവർക്ക് തന്നെ ചേരുന്നതാണ് എന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. വഖഫിൽ മുസ്ലിം ലീഗിന്റേത് നയപരമായ മാറ്റമാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. വ്യക്തിപരമായി ആ മന്ത്രിയുടെ നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാട് മന്ത്രി എടുത്തത് എന്ന് മാത്രമേ കരുതാനാവൂ. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിലവിലെ ഓൺലൈൻ സംവിധാനം മാറ്റരുതെന്നും പഴയ കമ്മീഷൻ രാജിലേക്ക് പോകരുതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.